Hello, my dears. Today we are discussing about a new chapter. Thank you, ma'am. Are you ready? Okay, let's see. Thank you, ma'am. The story റിട്ടൺ ചെയ്തിട്ടുള്ളത് നമ്മൾ ലാങ്സ്റ്റൺ ഹ്യൂസ് എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹം അമേരിക്കൻ റൈറ്ററാണ്, പോയറ്റാണ്, പ്ലേ റൈറ്റർ, നോവലിസ്റ്റ്, അങ്ങനെ ഒരുപാട് ഏരിയയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് നമ്മുടെ ലാങ്സ്റ്റൺ ഹ്യൂസ് കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് സീ. സ്റ്റോറിയിൽ രണ്ട് ക്യാരക്ടേഴ്സാണുള്ളത്. ഒരു ലേഡി വരുന്നുണ്ട്, ഒരു ബോയ് വരുന്നുണ്ട്. ഓക്കെ, അവരുടെ പേര് ഒക്കെ നമുക്ക് വഴിയെ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാവും. സോ she was a large woman with a large purse that had everything in it but hammer and nails. It had a long strap and she carried it slung across her shoulder. It was about 11 o'clock at night and she was walking alone when a boy ran up behind her and tried to snatch her purse. The strap broke, but the boy lost his balance and fell on his back on the sidewalk. The large woman simply turned around, reached down, picked the boy up by his shirt front, and shook him until his teeth rattled. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ ഒരു ലേഡിയും ഒരു ബോയാണ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ ഈ സ്റ്റോറിയിൽ അല്ലേ. അപ്പോൾ ആ ലേഡീനെ പറ്റിയാണ് പറയുന്നത്. ഒരു ലാർജ് വുമണാണ്, അതായത് ഭയങ്കര നീളം കൂടിയിട്ടുള്ളൊരു ലേഡിയാണ്. ഓക്കെ, വിത്ത് ലാർജ് പേഴ്സ്, അവരുടെ കയ്യിൽ എന്തുണ്ട്, വലിയൊരു പേഴ്സും ഉണ്ട്. ദാറ്റ് ഹാഡ് എവറിത്തിങ് ഇൻ ബട്ട് ഹാമർ ആൻഡ് നെയിൽസ്. അതായത് ബട്ട് എന്ന് പറയുന്നത് എക്സെപ്റ്റ്, അതായത് എന്താണ്, ഹാമറും നെയിൽസും ചുറ്റികയും ആണിയും അല്ലാത്ത ബാക്കി എല്ലാം ആ ബാഗിലുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവിധ വേണ്ടതും വേണ്ടാത്തതുമൊക്കെ നിറച്ചിട്ടുള്ള ഒരു ബാഗാണ് നമ്മളുടെ ഈ ലേഡിയുടെ ബാഗിലുള്ളത്. അതൊരു വലിയ ബാഗുമാണ്. ഓക്കെ, ഇറ്റ് ഹാഡ് എ ലോങ് സ്ട്രാപ്പ്, അതിന് വലിയൊരു സ്ട്രാപ്പും ഉണ്ട്, വലിയൊരു വള്ളിയുണ്ട്. ആൻഡ് ഷി ക്യാരിഡ് എ സ്ലങ് അക്രോസ് ഹെർ ഷോൾഡർ. അവരത് എങ്ങനെയാണ് വെയർ ചെയ്തിട്ടുള്ളത്, അത് ബാഗ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് വെച്ചാൽ ഷോൾഡർ ഇങ്ങനെ ക്രോസ് ബാഗ് ആക്കിയിട്ടാണ് ആളത് ധരിച്ച് ഇട്ടിട്ടുള്ളത്. ഇറ്റ് വാസ് എബൌട്ട് 11 o'clock at night and she was walking alone when a boy ran up behind her and tried to snatch her purse. അങ്ങനെ ഒരു 11 o'clock നൈറ്റ്, ആളൊരു വർക്കിംഗ് ലേഡിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ അവർ ഒരു നൈറ്റ് 11 o'clock ആയ സമയത്ത് അവർ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത്, അങ്ങനെ ആ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ബോയ് അവനെ എന്ത് ചെയ്യണം, അവരെ പിന്തുടരുകയാണ്. അവർ ഫോളോ ചെയ്തിട്ട് അവരുടെ ബാഗ് സ്നാച്ച് ചെയ്യാൻ നോക്കുകയാണ്. സ്നാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ തട്ടിപ്പറിക്കാനായിട്ട് നോക്കുകയാണ്. ഓക്കെ, സ്നാച്ച് മീൻസ് തട്ടിയെടുക്കുക, തട്ടിപ്പറിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ, പിടിച്ച് വലിക്കുക എന്നൊക്കെ. സ്ട്രാപ്പ് ബ്രോക്ക്, ആ ഒരു തട്ടിപ്പറിക്കാൻ, സ്നാച്ച് ചെയ്യാൻ ശ്രമിച്ചതിൽ അവരുടെ ബാഗിൻ്റെ സ്ട്രാപ്പ് എന്തായി, പൊട്ടിപ്പോയി. ബട്ട് ദ ബോയ് ലാസ്റ്റ് ഹിസ് ബാലൻസ് ആൻഡ് ഫെൽ ഓൺ ഹിസ് ബാഗ്. അങ്ങനെ ഈ ബോയ് അത് ബാഗ് വലിച്ചതും സ്ട്രാപ്പ് പൊട്ടി. അങ്ങനെ ആ ഒരു ബലത്തിൽ ബോയ് എന്ത് ചെയ്യാണ്, ബോയിയുടെ ബാലൻസ് ഒക്കെ നഷ്ടപ്പെട്ട് അവിടെ സ്ട്രീറ്റിൽ അവിടെ അങ്ങനെ ആ ഒരു സൈഡ് വാക്ക് മീൻസ് ഫുട്പാത്ത്. ഓക്കെ, ഫുട്പാത്തിൽ അവൻ എന്ത് ചെയ്യാണ്, ഒരൊറ്റ വീഴ്ച അല്ലേ, ബാക്കടിച്ച് ഒറ്റ വീഴ്ച അവൻ്റെ ബാലൻസൊക്കെ നഷ്ടപ്പെട്ട്. ദ ലാർജ് വുമൺ സിംപ്ലി ടേൺഡ് അറൗണ്ട്, റീച്ച് ഡൗൺ, പിക്ക് ദ ബോയ് അപ്പ് ബൈ ഹിസ് ഷർട്ട് ഫ്രണ്ട് ആൻഡ് ഷുക്ക് ഹിം അണ്ടിൽ ഹിസ് ടീത്ത് റാറ്റിൽഡ് അല്ലേ. അപ്പോൾ ലാർജ് ലേഡിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം പിടിച്ചു അല്ലേ. അവന് ബാഗൊക്കെ പിടിച്ച് വലിക്കാൻ നോക്കി, മോഷ്ടിക്കാൻ വേണ്ടി അവൻ ട്രൈ ചെയ്തതാണ്. അപ്പോൾ ലാർജ് ലേഡി അവനെയും വിട്ടില്ല, അവൻ്റെ ഷോൾഡറിൻ്റെ ഫ്രണ്ട് കോളർ അങ്ങനെ പിടിച്ച് എന്ത് ചെയ്യണം, ഒരൊറ്റ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിടിച്ചു. എന്നിട്ട് അവൻ്റെ രണ്ട് ഷോൾഡർ പിടിച്ച് കുലുക്കുകയാണ്. ടീത്ത് റാറ്റിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ പല്ലുകൾ ഇങ്ങനെ കിടുകിട വിറക്കുന്നത് വരെ അവനെ പിടിച്ച് കുലുക്കി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സീനിൽ പറയുന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ ലോങ് ലേഡി ഇങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ബോയ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തട്ടിയെടുക്കാൻ നോക്കുന്നു. അതിൻ്റെ ബാഗിൻ്റെ വള്ളി പൊട്ടിയിട്ട് ബോയുടെ ബാലൻസ് നഷ്ടപ്പെട്ട് അവന് ഫുട്പാത്തിൽ തെറിച്ച് വീഴുന്നു. ആ വീണോടുത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ലോങ് ലേഡി അവൻ്റെ ഷർട്ടിൻ്റെ കോളറൊക്കെ പിടിച്ച് ഇങ്ങനെ അവൻ്റെ പല്ല് കുലുങ്ങുന്നത് വരെ, അല്ലെങ്കിൽ പല്ലിങ്ങനെ കൂട്ടിയിടിക്കുന്നത് വരെ, റാറ്റിൽഡ് മീൻസ് അങ്ങനെ പല്ല് കൂട്ടിയിടിക്കുക, അതുവരെ അവനിങ്ങനെ പിടിച്ച് കുലുക്കി അവരുടെ ആ ഒരു ദേഷ്യം അല്ലേ, ഫ്രസ്ട്രേഷൻ അങ്ങനെ തീർക്കണം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. After that the woman said, "Pick up my pocketbook, boy, and give it here."
She still held him, but she bent down enough to permit him to stoop and pick up her purse. Then she said, "Now ain't you ashamed of yourself?" Firmly gripped by his shirt front, the boy said, "Yes, ma'am." The woman said, "What did you want to do it for?" The, the boy said, "I didn't aim to." She said, "You are a lie?" Yes. അങ്ങനെ അവന് ഇപ്പോൾ ഫുട്പാത്തിലാണ് ആ ബോയ് കിടക്കുന്നത് അല്ലേ, പിടിച്ച് വലിച്ച ഊക്കിൽ അവനവിടെ ഫുട്പാത്തിലേക്ക് തെറിച്ച് വീണിരിക്കുകയാണ്. അങ്ങനെ ഫുട്പാത്തിൽ നിന്നിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് എണീക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഷർട്ടൊക്കെ പിടിച്ച് ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ അവനെ പൊക്കി എടുത്തിട്ട് പറയുകയാണ്, എൻ്റെ പോക്കറ്റ് ബുക്ക് എടുത്തതായോ? എന്താ പോക്കറ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗ് തന്നെയാണ് കേട്ടോ. എൻ്റെ പോക്കറ്റ് ബുക്ക് എടുത്തതാ, അവിടെ കിടക്കുന്ന പോക്കറ്റ് ബുക്ക് പെട്ടെന്ന് എടുത്തതായോ എന്ന് പറയുകയാണ്. എന്നിട്ട് but she bent down enough to permit him to stoop and pick up her purse. അവനിങ്ങനെ അപ്പോഴും ഷർട്ടിൻ്റെ ആ പിടുത്തം അവർ ആ ലോങ് ലേഡി വിട്ടിട്ടില്ല. ആ പിടുത്തം അങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ പറയണം. അവനിങ്ങനെ സ്റ്റൂപ്പ് മീൻസ് കുനിയാൻ അനുവദിച്ചുകൊണ്ട്, ഫുള്ളായിട്ട് അവനെ വിട്ടിട്ടില്ല, പക്ഷെ അവനങ്ങനെ കുനിയാൻ ഇങ്ങനെ അവനെന്ന് നമ്മുടെ ലേഡി ഇങ്ങനെ അവനെ കുമ്പിടിയിപ്പിച്ചിട്ട് പറയുകയാണ്, എൻ്റെ പോക്കറ്റ് ബുക്ക്, എൻ്റെ പേഴ്സ് എടുത്തതായോ എന്ന് പറയുകയാണ്. എന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ബോയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് നാണം തോന്നുന്നില്ലേ? നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിനക്ക് നാണം തോന്നുന്നില്ലേ? അഷെയിംഡ് ഓഫ് യുവർ സെൽഫ്, നിനക്ക് നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ നാണം തോന്നുന്നില്ലടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും ആ ചോദ്യത്തിലും നമ്മളുടെ ലോങ് ലേഡി അവനെ എങ്ങനെയാണ് പിടിച്ചിട്ടുള്ളത്? ഫേംലി ഗ്രിപ്ഡ് ബൈ ഹിസ് ഷോർട്ട് ഫ്രണ്ട് അല്ലേ, ആ ഫ്രണ്ടിൽ ഇങ്ങനെ പിടുത്തം വിട്ടിട്ടില്ല, മുറുക്കി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ദ ബോയ് സെഡ്, "യെസ് മാം." അല്ലേ, ബോയ് പറയണോ, ശരിക്കും എനിക്ക് നാണം തോന്നുന്നുണ്ട്, വേണ്ടായിരുന്നില്ല എന്നൊക്കെ അവന് തോന്നുന്നുണ്ട്. ദ വുമൺ സെഡ്, "What did you want to do it for?" The boy said, "I didn't aim to." അല്ലേ, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ലേഡി ചോദിക്കണം അവനത്, എന്തിനാണ് ഇങ്ങനെയുള്ള റോങ്ങൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്? അപ്പോൾ ബോയ് പറയാണ്, "I didn't aim to." ഞാൻ സത്യമായിട്ടും അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല, ഞാൻ നിങ്ങളുടെ ബാഗ് തട്ടാനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, എങ്ങനെയോ എൻ്റെ കൈ കൊണ്ട് വന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ അവനിങ്ങനെ പറയണം. അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ലേഡി പറയണം, "വേറെ ലായ്, നീ നുണ പറയുന്നു, നീ കള്ളം പറയാണോ?" എന്ന് ചോദിക്കും. യെസ്, ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? So let's see next paragraph. By that time 2 or 3 people passed, stopped, turned to look, and some stood watching. "If I turn you loose, will you run?" asked the woman. "Yes," said the boy. "Then I won't turn you loose," said the woman. She did not release him. "I'm very sorry, lady. I'm sorry," whispered the boy. അല്ലേ, അപ്പോൾ എന്താണ് അങ്ങനെ, നീ കള്ളം പറയുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അവരിങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കർക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് 1-2 ആൾക്കാരിങ്ങനെ ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ പോകുന്നുണ്ട്, യാത്രക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ഇവരുടെ സംസാരം കേട്ടിട്ട് കുറച്ച് പേരൊക്കെ ഇവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രശ്നം എന്താണ്, ഒരു ലേഡിയും ബോയും തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും അങ്ങനെ നോക്കും അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നടക്കുമ്പോൾ എന്താണ് അവിടെ കാര്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ വാച്ച് ചെയ്യും. അതുപോലെ ഇങ്ങനെ ആൾക്കാരത് കൂടെ പാസ് ചെയ്യുന്ന ആൾക്കാർ ഇവരുടെ സംസാരവും അവർക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ നമ്മളുടെ ലേഡി ബോയുടെ അടുത്ത് ചോദിക്കണം, "ഞാൻ നിൻ്റെ ഈ ഷർട്ട് ഇങ്ങനെ ഫേമായിട്ട് ഭയങ്കര മുറുക്കി പിടിച്ചിരിക്കുകയാണല്ലോ, ഇത് ഞാൻ വിട്ടാൽ നീ ഓടുമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഈ പിടുത്തം വിട്ടിട്ടുണ്ടെങ്കിൽ നീ ഓടുമോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ലേഡി. അപ്പോൾ എന്താ ബോയ് എന്താ പറയുന്നത്? സെഡ് ദ ബോയ്. "Then I won't turn you loose," said the woman. യെസ്, അപ്പോൾ ബോയ് എന്താ പറയുന്നത്? "യെസ്, ഞാൻ തീർച്ചയായിട്ടും ഓടും, എനിക്ക് വിട്ടാൽ മതി, എപ്പോഴേ ഞാൻ ഓടാൻ റെഡി ആയിട്ടിരിക്കുകയാണ്" എന്നുള്ള രീതിയിൽ അവന് യെസ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ലേഡി പറയണം, "ഓ ഓക്കെ, ഞാൻ വിടാൻ കാത്തിരിക്കുകയാണ്, നീ എങ്ങനെയാണെങ്കിൽ ഞാൻ വിടുന്നില്ല. ഐ വോണ്ട് ടേൺ യു ലൂസ്." അല്ലേ, ഞാൻ നിന്നെ വിടുന്നില്ല, നീ ഇങ്ങനെ ഓടണ്ട, നിനങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നീ ചെയ്ത പണിക്ക് നിനക്ക് അതിൻ്റേതായ എന്തെങ്കിലുമൊക്കെ ഒരു പണി തരണ്ടേ തിരിച്ചില്ലേ. അപ്പോൾ അങ്ങനെ അതിനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പറയാണ് കേട്ടോ, ബോയ് ലേഡി പറയാണ്. ആ സമയത്ത് എന്താണ്, ലേഡി അവരെ വിട്ടില്ല, ഡിഡ് നോട്ട് റിലീസ് ഹിം, അവനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അവനിങ്ങനെ വീണ്ടും മാപ്പ് അപേക്ഷിക്കുന്ന പോലെ എന്താണ് അപേക്ഷിക്കുകയാണ്. "ഐ എം വെരി സോറി ലേഡി, ഐ എം സോറി." അല്ലേ, അവനിങ്ങനെ വിസ്പേർഡ് ഇങ്ങനെ പയ്യെ ഇങ്ങനെ പറയുകയാണ്, "സോറി, എന്നോട് ക്ഷമിക്കൂ പ്ലീസ്" എന്നൊക്കെ പറഞ്ഞാൽ അവനിങ്ങനെ കയ്യും കാലൊക്കെ പിടിക്കുന്നുണ്ട് അവളുടെ ലേഡിയുടെ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. "And your face is dirty. I got a great mind to wash your face for you. Ain't you got nobody home to tell you to wash your face?" "No, ma'am," said the boy. "Then it will get washed this evening," said the large woman starting up the street, dragging the frightened boy behind her. He looked as if he were 14 or 15, in tennis shoes and blue jeans.
ഓക്കെ, അങ്ങനെ എന്താണ് അവരിങ്ങനെ സോറി എന്നൊക്കെ പറയുന്നുണ്ട് അവന്. പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ നമ്മുടെ ലേഡി പിന്നെ എന്താണ് അവൻ്റെ ഫേസിലേക്കാണ് ശ്രദ്ധിച്ചത്. ഓ, എന്താണ് നിൻ്റെ ഫേസ് ആകെ ഡേർട്ടി ആയിട്ട്, ആകെ ചളി പിടിച്ച പോലെ, ആകെ വൃത്തിയില്ലാണ്ടാണല്ലോ നിൻ്റെ ഫേസൊക്കെ കിടക്കുന്നത്, മുഖമൊക്കെ ആകെ വൃത്തിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്താ നീ മുഖമൊന്നും വൃത്തിയിൽ കൊണ്ടുനടക്കാത്തത്, നിന്നോട് വൃത്തിയായി ഫേസ് വാഷ് ചെയ്യാനൊന്നും പറയാൻ ആരുമില്ലേ നിൻ്റെ വീട്ടിൽ എന്നൊക്കെ ചോദിക്കുകയാണ്. നിന്നെ കെയർ ചെയ്യാനും നിന്നെ ശ്രദ്ധിക്കാനൊന്നും ആരുമില്ലേ? അപ്പോൾ കുട്ടി എന്താ പറയുന്നത്? നോ മാം, ഇല്ല, ആരുമില്ല എന്നാണ് ബോയിയുടെ റിപ്ലൈ. അപ്പോൾ എന്താ, കുട്ടീനെ നോക്കാനും അല്ലെങ്കിൽ അവനെ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവനക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനോ ഒന്നും ആരുമില്ലാത്തൊരു പാവപ്പെട്ടൊരു ബോയിയാണ് ആര്, നമ്മുടെ ഈ സ്റ്റോറിയിലെ ഈ ബോയ് അല്ലേ? യെസ്, അപ്പോൾ നോ മാം അല്ലേ ബോയിയുടെ റിപ്ലൈ. ദെൻ ഇറ്റ് വിൽ ഗെറ്റ് വാഷ്ഡ് ദിസ് ഈവനിങ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇന്ന് അത് കഴുകപ്പെടും, അതായത് ഇന്ന് നമുക്കതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാവാം എന്ന് ലേഡി പറയാണ്. said the large woman starting up the street, dragging the frightened boy behind her. He looked as if he were 14 or 15 in tennis shoe and blue jeans. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, ബോയുടെ അപ്പോഴും ഷർട്ട് വിട്ടിട്ടില്ല കേട്ടോ, ഷർട്ടിൻ്റെ പിടുത്തം വിട്ടിട്ടില്ല, അവൻ ചിലപ്പോൾ ഓടിപ്പോയാലും. അങ്ങനെ അവനെയും പിടിച്ച് അവനിങ്ങനെ ഡ്രാഗ് ചെയ്ത് ആ സ്ട്രീറ്റിലൂടെ അവനെയും പിടിച്ച് വലിച്ച് ഇങ്ങനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ അവനെ കാണുമ്പോൾ അവനെ ഒരു ലുക്ക് വൈസ് അവന് ഏകദേശം ഒരു 14 ഒരു 14-15 വയസ്സ് പ്രായം തോന്നിക്കും. അവൻ എന്താ ഇട്ടിട്ടുള്ളത്? ടെന്നീസ് ഷൂസും ആൻഡ് ബ്ലൂ ജീൻസുമാണ് അവന് വെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലെറ്റ്സ് സീ നെക്സ്റ്റ് പാരഗ്രാഫ്. ദ വുമൻ സെഡ്, you ought to be my son. I would teach you right from wrong. Least I can do right now is to wash your face. Are you hungry? No, said the dragging boy. I just want you to turn me loose. Was I bothering you when I turned that corner? Asked the woman. No, but you put yourself in contact with me, said the woman. If you think that that contact is not going to last a while, you are wrong. When I get through with you, sir, you are going to remember Mrs. Luella Bates Washington Jones. അവനെയും പിടിച്ച് അവനിങ്ങനെ വലിച്ചരച്ച് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് അല്ലേ. അപ്പോൾ ഷർട്ടിൻ്റെ ആ പിടുത്തൊന്നും വിടാതെ അവനെയും പിടിച്ച് അങ്ങനെ കൊണ്ടുപോവാണ്. അവനാണെങ്കിലോ ഭയങ്കര പേടിച്ച് വിറച്ചിട്ടാണ് നിൽക്കുന്നത് അല്ലേ, ഫ്രൈറ്റൻഡ് ആയിട്ടാണ് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഡ്രാഗിങ് ദി ഫ്രൈറ്റൻഡ് ബോയ് അല്ലേ, പേടിച്ച് വിറച്ച ആ ബോയിനെയും കൊണ്ട് അവരിങ്ങനെ ആ സ്ട്രീറ്റിലൂടെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവാണ്. എവിടേക്കാണ്? അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. യെസ്, ദെൻ അങ്ങനെ അവനെ പിടിച്ച് പോകുമ്പോൾ ഇവനെ ലേഡി പറയുകയാണ്, ഓ, നീ എങ്ങാനും എൻ്റെ മകനാവേണ്ടതായിരുന്നു, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്യായിരുന്നു, റൈറ്റ് ഫ്രം റോങ്, തെറ്റും ശരിയൊക്കെ നിനക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു, തെറ്റിൽ നിന്ന് ശരിയിലേക്കുള്ള മാർഗ്ഗമൊക്കെ നിനക്ക് ഞാൻ കാണിച്ചു തരുമായിരുന്നു, നീ എൻ്റെ മോനെങ്ങാനും ആവേണ്ടതായിരുന്നു പറയാണ് കേട്ടോ അവരുടെ ലേഡി. എന്നിട്ട് ലീസ്റ്റ് ഐ കാൻ ഡു റൈറ്റ് നൗ ഈസ് ടു വാഷ് യുവർ ഫേസ്. ആർ യു ഹംഗ്രി? അങ്ങനെ അവനിങ്ങനെ ചീത്ത പറയുന്നത് പോലെയൊക്കെ അല്ലേ പറയാണ്. എന്നിട്ട് അറ്റ്ലീസ്റ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാവണ്ടേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് അവനടുത്ത് ചോദിക്കും, ആർ യു ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോടാ അല്ലേ. അപ്പോൾ ഉള്ളിലൊരു സ്നേഹമൊക്കെ ഉണ്ട്, കുറേ ചീത്തൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഉപദേശങ്ങൾ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ആളോട് ഭയങ്കര ബോയിയോടൊരു എന്തുണ്ട്, ഒരു സ്നേഹമുണ്ട് ആർക്ക്, നമ്മളുടെ ലേഡിക്ക്. ഒരു കൈൻഡ് ലേഡിയാണ് അവർ, നമ്മുടെ ലേഡി. ആർ യു ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? അവരുടെ ബാഗൊക്കെ തട്ടിയെടുക്കാൻ നോക്കിയ ബോയിയാണ്, എന്താ മോഷ്ടിക്കാനൊക്കെ നോക്കിയ ബോയിയാണ്. എന്നാൽ പോലും അവരോട് അത്രയും മാന്യമായി അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത് അല്ലേ. എന്നിട്ട് നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കുട്ടി. നോ, ഇല്ല, വിശക്കുന്നൊന്നുമില്ല അല്ലേ. ആ വലിച്ചുകൊണ്ട് പോകുന്ന ഡ്രാഗിങ് ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുമൺ ആ ലേഡി വലിച്ചുകൊണ്ട് പോവുകയാണ് അവനെ. അവനെന്ത് പറയണം, ഇല്ല എനിക്ക് വിശക്കൊന്നുമില്ല, ജസ്റ്റ് എന്നെ ഒന്ന് ലൂസാക്കി ഇട്ടാൽ മതി, എൻ്റെ ഷർട്ടൊക്കെ ഒന്ന് വിട്ട് എനിക്ക് എന്നെ ഒന്ന് ഫ്രീ ആക്കിയാൽ മതി, അത്രേ എനിക്ക് ആവശ്യമുള്ളൂ എന്ന് പറയണം കുട്ടി. വാസ് ഐ ബോദറിങ് യു വെൻ ഐ ടേൺഡ് ദാറ്റ് കോർണർ? ഞാൻ ആ കോർണറിലൂടെ നടന്നങ്ങനെ പോകുമ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കിയതല്ലല്ലോ, നീ എൻ്റെ അടുത്തേക്ക് വന്നതല്ലേ അല്ലേ, നമ്മൾ തമ്മിലുള്ള കോൺടാക്റ്റ് ഉണ്ടാക്കിയത് നീയല്ലേ. എന്നിട്ട് പിന്നെ നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്നെ വിട്ടാക്കണോ വിട്ടയക്കണ്ടേന്ന് ഞാൻ തീരുമാനിക്കും. നീയല്ലേ എൻ്റെ പേഴ്സ് എടുക്കാൻ വന്നത്, നീയല്ലേ എൻ്റെ പേഴ്സ് തട്ടിയെടുക്കാൻ നോക്കിയത്, ഞാനല്ലല്ലോ. അപ്പോൾ നീയാണ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് ഈ കോണ്ടാക്റ്റ് പെട്ടെന്ന് അങ്ങനെ അവസാനിപ്പിക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് തെറ്റി അല്ലേ. അങ്ങനെ ഞാൻ പെട്ടെന്ന് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, നീ വിചാരിച്ച ആളല്ല ഞാൻ അല്ലേ. ലേഡി പറയാണ്, when I get through with your sir, you are going to remember Mrs. Luella Bates Washington Jones അല്ലേ. ഇന്ന് നീ അറിയും മിസ്സിസ് ലുവല്ല ബേർഡ്സ് വാഷിങ്ടൺ ജോൺ അല്ലേ. ഈ മിസ്സിസ് ലുവല്ല ബേർഡ്സ് വാഷിങ്ടൺ ജോൺ ആരാണെന്ന് നീ അറിയും. അപ്പോൾ ഇപ്പോഴാണ് ലേഡിയുടെ പേര് പറയുന്നത് കേട്ടോ.
പേര് വരുന്നത് മിസ്സിസ് ലുവല്ല ബേഡ്സ് വാഷിങ്ടൺ ജോൺ. ആരാണെന്ന് നീ ഇന്നറിയും. ഞാനല്ലല്ലോ നിൻ്റെ അടുത്തേക്ക് കോൺടാക്റ്റ് ഉണ്ടാക്കാൻ വന്നത്. ഞാൻ ഒന്നുമില്ലാതെ ഞാൻ എൻ്റെ വഴി നോക്കി പോകുമ്പോൾ നീ എൻ്റെ ബാഗ് തട്ടിയെടുക്കാൻ നോക്കി. നമുക്കിടയിലുള്ള കോൺടാക്റ്റ് ഉണ്ടാക്കിയത് നീയാണ്. അപ്പോൾ അതങ്ങനെ അത്ര പെട്ടെന്ന് അങ്ങനെ എന്ത് ചെയ്യാൻ നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിനക്ക് കുറച്ച് പാടൊക്കെ പഠിപ്പിച്ചിട്ട് തന്നെ ഞാൻ വിടുന്നുള്ളൂ സർ എന്ന് വിളിക്കുകയാണ് ഒരു ലേഡി ആ ബോയിനെ വിളിക്കുകയാണ് കേട്ടോ. ഒരു ചെറിയൊരു കളിയാക്കൽ രൂപേണ. ഓക്കെ, then next sweat popped out on the boy's face and he began to struggle. Miss Jones stopped, jerked him around in front of her, put a half Nelson about his neck and continued to drag him up the street. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കുട്ടി ആകെ പേടിച്ച് ആകെ എന്താ പരിഭ്രാന്തനായിട്ടുണ്ട്. അവൻ്റെ സ്വെറ്റ്, അവൻ്റെ വിയർപ്പൊക്കെ ഇങ്ങനെ പോപ്ഡ് ഔട്ട് ആയിട്ടുണ്ട്. പോപ്ഡ് ഔട്ട് മീൻസ് എന്താണ്, പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ, അതായത് വേർത്തൊലിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ ഫേസൊക്കെ ആകെ വേർത്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും എന്താ പറയുക, ഒരു ഹാഫ് നെൽസണൊക്കെ ഇട്ടിട്ട് നമ്മുടെ ലേഡി ഹാഫ് നെൽസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്തിലൂടെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ബോയുടെ കഴുത്തിലൂടെ ലേഡിയുടെ കൈ അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ലോക്കിട്ട പോലെ കൊതറി പോവാതിരിക്കാൻ വേണ്ടി ലോക്കിടുക. അതിനാണ് ഹാഫ് നെൽസൺ എന്ന് പറയുക. കൈ ഇങ്ങനെ കഴുത്തിലൂടെ ഇങ്ങനെ ലോക്കിട്ട് പിടിച്ചിട്ടുണ്ട്. ഹാഫ് നെൽസൺ ഒക്കെ ഇട്ടിട്ട് അവൻ എന്ത് ചെയ്യാണ്, ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവാണ് ആ സ്ട്രീറ്റിലൂടെ അവരുടെ വീട്ടിലേക്ക്. ഓക്കെ, when she got to her door, she dragged the boy inside down a hole and into a large room at the rear of the house. She switched on the light, left the door open. The boy could hear other roomers laughing and talking in the large house. Some of their doors were open too, so he knew he and the woman were not alone. The woman still had him by the neck in the middle of her room. She said, "What is your name?" "Roger," answered the boy. "Then, Roger, you go to that sink and wash your face," said the woman. Whereupon she turned him loose at last. Roger looked at the door, looked at the woman, looked at the door, and went to the sink. യെസ്, അങ്ങനെ ഒരു സ്ട്രീറ്റിലൂടെ അങ്ങനെ വലിച്ചഴച്ചങ്ങനെ പോവുകയാണല്ലേ. അങ്ങനെ വീട്ടിലെത്തി, ലേഡിയുടെ വീട്ടിലെത്തി. ലേഡി ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് അവനെ എന്ത് ചെയ്യാണ്, ഹാളിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഹാളിൽ നിർത്തിയപ്പോൾ ഇങ്ങനെ അവനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അവിടെ കുറേ പേരുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ, കുറേ റൂമേഴ്സിൻ്റെ ലോഫിങ് അല്ലേ, അപ്പുറത്തുള്ള റൂമിൽ നിന്ന് ചിരിയും കളിയും തമാശയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ വലിയൊരു വീടാണ്. അതിൽ നിന്ന് അപ്പോൾ ഒരു വലിയൊരു വീട്ടിലാണ്. അവിടെ കുറേ അപ്പുറമൊക്കെ റൂമുകളുണ്ട്. മേ ബി ചിലപ്പോൾ വല്ല വാടക റൂമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ വലിയൊരു വീട്ടിൻ്റെ ഉള്ളിൽ കുറേ പേരുണ്ട്, അപ്പുറത്തൊക്കെ റൂമുകളുണ്ട്. അവിടുന്ന് ചിരിയും കളിയൊക്കെ കേൾക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ എന്താണ് അവരുടെ റൂം ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവന് മനസ്സിലായി, ഓക്കെ, ഞാനും ഈ ലേഡി ഒറ്റക്കല്ല ഇവിടെ ഉള്ളത് എന്നുള്ള ഒരു ചെറിയൊരു സമാധാനം അവൻ്റെ ഉള്ളിലുണ്ട്. ഒറ്റക്കല്ലല്ലോ, ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളൊരു ചെറിയൊരു സമാധാനം അവൻ്റെ ഉള്ളിലുണ്ട്. The woman still had by him the neck in the middle of her room and she said, "What is your name?" അങ്ങനെ അവനെ അവിടെ ലൂസാക്കിയതിന് ശേഷം അവനൊന്ന് അവൻ്റെ ആ പിടുത്തൊക്കെ ഒന്ന് വിട്ട്, കഴുത്തിലുള്ള ആ പിടുത്തൊക്കെ വിട്ടിട്ട് ചോദിച്ചു, "എന്താ മോൻ്റെ പേര്?" ചോദിച്ചു അല്ലേ. അപ്പോഴാണ് ചോദിക്കുന്നത് പേര്. അപ്പോൾ റോജറാണ് അപ്പോൾ ബോയുടെ നെയിം വരുന്നത് കേട്ടോ. അപ്പോൾ ലേഡിയുടെ നെയിം നമ്മൾ പറഞ്ഞു മിസ്സിസ് ലുവല്ല ബേഡ്സ് വാഷിങ്ടൺ ആൻഡ് ബോയുടെ നെയിം റോജർ. ഓക്കെ, അപ്പോൾ അവന് റിപ്ലൈ ചെയ്തു, "റോജർ എന്നാണ് എൻ്റെ പേരെന്ന് പറഞ്ഞു അല്ലേ." യെസ്. "Then, Roger, you go to the sink and wash your face," said the woman. Whereupon she turned him loose at last അല്ലേ. അങ്ങനെ അവനെ പിടുത്തൊക്കെ ലൂസാക്കി അവനെ വിട്ട് എന്നിട്ട് പറയും, ഓക്കെ റോജർ, നീ പോയി സിങ്കിൻ്റെ അവിടെ പോയിട്ട് നിൻ്റെ ഫേസൊക്കെ നന്നായി വാഷ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവനെ ലൂസാക്കി വിട്ടു. ആ സമയം റോജർ ഒന്ന് ഫ്രീ ആയി അല്ലേ. അവൻ്റെ പിടുത്തൊക്കെ പോയിട്ട് അവനൊന്ന് ഡൂർപ്പിട്ടു. അങ്ങനെ റോജർ എന്ത് ചെയ്യാണ്, ലുക്ക്ഡ് അറ്റ് ദി ഡോർ അല്ലേ, ഡോറിൻ്റെ അവിടേക്കൊന്ന് നോക്കി. ലുക്ക്ഡ് അറ്റ് ദി വുമണിനെയും ഒന്ന് നോക്കി. വീണ്ടും ഡോറിൻ്റെ അവിടേക്കൊന്നും കൂടെ നോക്കി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, ഓക്കെ വേണ്ട, ഓടണ്ട, ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഓടാനൊക്കെ നല്ല മാർഗ്ഗമൊക്കെ ഉണ്ട്, പക്ഷേ വേണ്ട, വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ച് അവൻ എന്ത് ചെയ്യാണ്, വെൻ ടു ദ സിങ്കിൻ്റെ അവിടേക്ക് തന്നെ പോവാം എന്ന് തീരുമാനിക്കുകയാണ്. let the water run until it gets warm, she said. Here's a clean towel. അങ്ങനെ മുഖമൊക്കെ കഴുകിയിട്ട് നല്ല മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ടവൽ അവന് കൊടുക്കണം, ടർക്കി എന്തോ കൊടുക്കണം അവൻ്റെ കയ്യിൽ. "You gonna take me to jail?" asked the boy, bending over the sink.
not with that face I would not take you anywhere, said the woman. അങ്ങനെ അവന് മുഖം കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സിങ്കിൻ്റെ അവിടെ ഇങ്ങനെ കുനിഞ്ഞിരുന്ന സമയത്ത് പോയി റോജർ ലേഡിയുടെ അടുത്ത് ചോദിക്കണം, നിങ്ങൾ എന്നെ എന്താണ് ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി എന്നെ ജയിലിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലേഡി പറയണം, ഓ നോ അല്ല, ഈ ഒരു കോലത്തിൽ നിന്നെ എവിടേക്കും ഞാൻ കൊണ്ടാവാൻ ഉദ്ദേശിക്കുന്നില്ല, നീ ആദ്യം നല്ല ക്ലീൻ ആവും, നല്ല വൃത്തിയാവും, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടത് എന്ന് പറയണം ലേഡി. അവനക്ക് റിപ്ലൈ കൊടുക്കണം. Here I am trying to get home to cook me a bite to eat and you snatch my pocketbook. Maybe you ain't been to your supper either. Late as it be, have you? There's nobody home at my house, said the boy. Then we will eat, said the woman. I believe you are hungry or being hungry to try to snatch my pocketbook. I want a pair of blue suede shoes, said the boy. യെസ്. അപ്പോൾ എന്ത് ചെയ്യണം, അവർ പറയാണ്, എന്നെ നിങ്ങളെന്താ ജയിലിലേക്ക് കൊണ്ടുപോകുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലേഡി പറഞ്ഞ, ഈ കോലത്തിൽ നിന്നെ എങ്ങോട്ടും ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. സമാധാനപരമായി ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിൽ പല കാര്യങ്ങളും ചിന്തിച്ച്, ഓക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കണം, കഴിച്ചിട്ട് കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിച്ച് പോകും. ആരെയും ശല്യപ്പെടുത്താതെ ഒരു മൂലക്കിലൂടെ പോകുമ്പോൾ, നീയല്ലേ എൻ്റെ പോക്കറ്റ് ബുക്ക് അല്ലെങ്കിൽ എൻ്റെ ബാഗ് തട്ടിയെടുക്കാൻ നോക്കി പ്രശ്നക്കാരിയാക്കിയത് തന്നെ അല്ലേ, അപ്പോൾ എന്താ നീ ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. വിശക്കുന്നുണ്ട് അല്ലേ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, നീയും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, നീയും ഈ പോക്കറ്റ് ബുക്കൊക്കെ തട്ടിയെടുക്കാൻ നോക്കുന്ന ഈ ഒരു ശ്രമത്തിൽ നീയും ഒന്നും ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല, ഹാവിൻ യു, ശരിയല്ലേ? അപ്പോൾ ബോയുടെ റിപ്ലൈ എന്താണ്, there is nobody home at my house. അല്ലേ, ഹൗസ് ഒരുമിച്ച് വന്നിട്ടുണ്ടല്ലേ, അതായത് എന്താണ്, എനിക്ക് വീടും ഇല്ല, വീട്ടുകാരും ഇല്ല, കുടുംബക്കാരും ആരും ഇല്ല എന്നുള്ള രീതിയിൽ ബോയ് പറയുകയാണ്. ഓ അങ്ങനെയാണോ, ഓക്കെ ദെൻ വി വിൽ ഈറ്റ്, അല്ലേ, നമുക്കിപ്പോൾ കഴിക്കാം, ഓക്കെ പ്രശ്നമൊന്നുമില്ല, നമുക്കിപ്പോൾ കഴിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ലേഡി റിപ്ലൈ കൊടുക്കണം. ഐ ബിലീവ് യു ആർ ഹംഗ്രി ഓർ ബീയിങ് ഹംഗ്രി ടു ട്രൈ ടു സ്നാച്ച് മൈ പോക്കറ്റ് ബുക്ക്. ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ നിനക്ക് വിശപ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പോക്കറ്റ് ബുക്ക്, എൻ്റെ ബാഗ് നീ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു, ആണോ ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടി പറയുകയാണ്, അല്ല, ഐ വാണ്ട് എ പെയർ ഓഫ് ബ്ലൂ സ്യൂഡ് ഷൂസ്, അല്ലേ, എനിക്കെന്താണ് ഒരു ബ്ലൂ സ്യൂഡ് ഷൂസ് വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ബാഗ് തട്ടിയെടുക്കാൻ നോക്കിയത് എന്ന് പറയണം കുട്ടി റിപ്ലൈ. ഓക്കെ, വെൽ യു ഡിഡ്ന്റ് ഹാവ് ടു സ്നാച്ച് മൈ പോക്കറ്റ് ബുക്ക് ടു ഗെറ്റ് സം സ്യൂഡ് ഷൂസ്, സെഡ് മിസ്സസ് ലുവല്ല ബീഡ്സ് വാഷിംഗ്ടൺ ജോൺസ്. യു കുഡ് ഹാവ് ആസ്ക്ഡ് മീ മാം. അപ്പോൾ ലേഡി പോയി പറഞ്ഞല്ലോ, എനിക്ക് വിശപ്പ് തീർക്കാനൊന്നും അല്ല, എനിക്കൊരു ബ്ലൂ സ്യൂഡ് ഷൂ ഇടാൻ ഭയങ്കര കൊതി, അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലും പണമില്ല, അതിന് വേണ്ടിയിട്ട് അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാഗ് തട്ടിയെടുക്കാൻ നോക്കിയത് എന്ന് കുട്ടി പറയണം. അപ്പോൾ ലേഡി പറയണു, ഓ അതാണ് കാര്യം, അതിന് വേണ്ടിയാണ് നീ എൻ്റെ പോക്കറ്റ് ബുക്ക് തട്ടിയെടുക്കാൻ നോക്കിയത്. മോനെ നിനക്ക് എൻ്റെ അടുത്ത് ചോദിച്ചാൽ പോരായിരുന്നില്ലടാ, ചോദിച്ചാൽ ഞാൻ തരില്ലേ അല്ലേ. ആര് പറയാണ്, മിസ്സിസ് ലുവല്ല ബീഡ്സ് അവൻ്റെ അടുത്ത് പറയാണ്, എന്നോട് ചോദിച്ചാൽ പോരായിരുന്നില്ലേ, ഞാൻ നല്ല രീതിയിൽ തരില്ലായിരുന്നില്ലേ എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ ബോയ്ക്ക് ആകെ അത്ഭുതമായി, എന്താ ഈ പറയുന്നത് മാം അല്ലേ, ഒരു അത്ഭുതത്തോടു കൂടി, മാം എന്താ പറയുന്നത്, ചോദിച്ചാൽ നിങ്ങൾ തരുമായിരുന്നു എന്നുള്ള രീതിയിൽ അവന് മാം എന്നുള്ളൊരു വിളി അല്ലേ, ഒരു ആശ്ചര്യത്തോടു കൂടി അവന് മാമിനെ വിളിക്കുകയാണ് കേട്ടോ, ലുവല്ല ബീഡ്സിനെ. The water dripping from his face, the boy looked at her. There was a long pause, a very long pause, after her had dried his face and not knowing what else to do, dried it again. The boy turned around, wondering what next. അങ്ങനെ അവൻ്റെ മുഖമൊക്കെ വാഷ് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ നടക്കുന്നത് അല്ലേ, ഈ സംസാരങ്ങളൊക്കെ. അങ്ങനെ അവൻ്റെ മുഖത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റ് വീഴുന്നുണ്ട്, ഡ്രിപ്പ് ചെയ്തിട്ട് അല്ലേ, അവൻ്റെ ഫേസിൽ നിന്ന് ഇങ്ങനെ വീഴുന്നുണ്ട്. അങ്ങനെ അവനിങ്ങനെ മുഖമൊക്കെ ഒന്ന് തുടച്ച് തവലോണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്, ഇരിക്കണോ നിൽക്കണോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടിൽ അവരങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ദെൻ ദ ഡോർ വാസ് ഓപ്പൺ, ഹി കുഡ് മേക്ക് എ ഡാഷ് ഫോർ ഇറ്റ് down the hall and he could run. The woman was sitting on the daybed. After a while she said, I were young once, I wanted things I could not get. There was another long pause. The boy's mouth opened. Then he frowned, but not knowing he frowned. അപ്പോൾ അവനിങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ്, ഡോറൊക്കെ അങ്ങനെ ഓപ്പൺ ചെയ്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അല്ലേ. അവനക്കാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഓടാം അല്ലേ, ഡാഷ് മീൻസ് ഓടാം അല്ലേ, എപ്പോൾ വേണമെങ്കിലും അവനക്ക് ഓടാൻ പറ്റും. പായ അവനക്ക്, പക്ഷേ ഡാഷ് മീൻസ് ഓടാന്നുള്ള മീനിങ് കേട്ടോ. അപ്പോൾ അവനക്ക് എപ്പോൾ വേണമെങ്കിലും ഹി കുഡ് റൺ അവനക്ക് എപ്പോൾ വേണമെങ്കിലും ഓടാം. പക്ഷേ അപ്പുറത്തേന് ആരുണ്ട്, ലേഡി ഒരു ഡേബെഡ്, നമ്മളുടെ ലുവല്ല ബീഡ്സ് ഡേബെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവാൻ കോട്ട് സോഫ എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഡേബെഡിൽ അവരിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു.
ക്ഷീണം മാറ്റാനായിട്ട്. കുറേ കഴിഞ്ഞതിന് ശേഷം ലേഡി പറയാണ്, ഐ വർ യങ് വൺസ് ആൻഡ് ഐ വാണ്ടഡ് തിങ്സ് ഐ കുഡ് നോട്ട് ഗെറ്റ്. അല്ലേ, ഞാനും ഒരു നാൾ യങ് ആയിരുന്നു, നിന്നെപ്പോലെ ചെറിയ കുട്ടിയായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അല്ലേ, അതും നിന്നെപ്പോലെ സാധിക്കാത്ത, അല്ലേ, എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ എൻ്റെ സിറ്റുവേഷൻ. ദർ വാസ് അനദർ ലോങ് പോസ്. അത് പറഞ്ഞിട്ട് വീണ്ടും കുറേ നേരം ഇങ്ങനെ നിശബ്ദമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ദ ബോയ്സ് മൗത്ത് ഓപ്പൺ. ലേഡി അങ്ങനെ പറഞ്ഞപ്പോൾ പോയി ആകെ അന്തം വിട്ട് വായൊക്കെ പൊളന്നിങ്ങനെ ഇരിക്കുകയാണ്. എന്താ ഇനിയിപ്പോൾ അടുത്തത് പറയാൻ പോകുന്നത് എന്ന് കരുതി ലേഡി പറയുന്നുണ്ട്, എനിക്കും ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല എന്ന്. ഇനിയിപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ ലേഡി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതി ഞാൻ നിന്നെപ്പോലെ മോഷ്ടിച്ചിട്ടില്ല എന്നൊക്കെയാണോ എന്നൊക്കെയുള്ള രീതിയിൽ അവനിങ്ങനെ വായം തുറന്നിരിക്കുകയാണ്. ദെൻ ഹി ഫ്രൗണ്ട് മീൻസ് മുഖം ചുളിക്കുക. അവനിങ്ങനെ ഓരോന്ന് ചിന്തിച്ചിട്ട് അവൻ്റെ മുഖം ഇങ്ങനെ ചുളിഞ്ഞിരിക്കുകയാണ്. അവൻ്റെ മുഖം ചുളിഞ്ഞിരിക്കുന്നത് പോലും അവനക്ക് അറിയില്ല. ആ രീതിയിൽ അവന് പോലും അറിയാതെ അവൻ്റെ മുഖം ചുളിഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്. അടുത്തത് ഇനിയിപ്പോൾ ഈ ലേഡി എന്താ പറയാൻ പോകുന്നത് എന്നുള്ള ആലോചിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. The woman said, you thought I was going to say but didn't you? You thought I was going to say but I didn't snatch people's pocketbooks. Well, I wasn't going to say that. പോസ് സൈലൻസ്. അല്ലേ, എന്നിട്ട് പറയുകയാണ്, കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട്. അവർ പറഞ്ഞല്ലോ, എനിക്ക് നിന്നെപ്പോലെ ഞാനും കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് സാധിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറച്ച് നേരം സൈലൻ്റായി. എന്നിട്ട് വീണ്ടും അവർ കണ്ടിന്യൂ ചെയ്യാണ്. ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ നീ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ, എനിക്കിങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞാൻ മോഷ്ടിക്കാനൊന്നും പോയിട്ടില്ല എന്നൊക്കെ ആയിരിക്കും ഇനി അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നായിരിക്കും നീ ചിന്തിക്കുന്നത് അല്ലേ എന്നാര് ലേഡി ബോയിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഞാൻ ആരുടെ അടുത്ത് മോഷ്ടിക്കാനൊന്നും പോയിട്ടില്ല, അങ്ങനെ നീ ചിന്തിക്കേണ്ട. അങ്ങനെ നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. കാര്യം ഞാനും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുരുത്തക്കേടുകളും കുസൃതികളൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ചെറുതിൽ. അല്ലേ, ഇതിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഞാനും ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എന്തൊക്കെയാണെന്നൊന്നും മോനെ ഞാൻ നിൻ്റെ അടുത്ത് പറയുന്നില്ല. അത് ദൈവത്തിന് മാത്രമായിരിക്കും ഒരു പക്ഷേ അറിയില്ല. ദൈവത്തിനും അറിയില്ലെങ്കിൽ ദൈവത്തിനോട് ഇപ്പോൾ പറയേണ്ട തൽക്കാലം. അല്ലേ, ആരും അറിയണ്ട, അത് ഞാൻ തന്നെ എന്നിൽ തന്നെ അങ്ങനെ ഇല്ലാണ്ടായിക്കോട്ടെ. ഓക്കെ, പിന്നെ അപ്പോൾ എന്താണ് അവർ കാണിച്ചു കൊടുക്കുകയാണ്, ഈ ചെറുതിൽ അല്ലെങ്കിൽ മനുഷ്യന്മാർ തെറ്റ് സഹജമാണ്, തെറ്റ് അവരെ തന്നെ എക്സാമ്പിൾ ആക്കിയിട്ട് കുട്ടിക്ക് കാണിച്ചു കൊടുക്കണം. ഞാനും ഒരുപാട് തെറ്റൊക്കെ ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ഗുഡായി, ഇപ്പോൾ നല്ലൊരു വ്യക്തിത്വമായി, ഞാൻ തെറ്റിൽ നിന്നും ശരി മനസ്സിലാക്കി, ഇപ്പോൾ ശരിയായ രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്ന് അവരെ തന്നെ, ആ ലേഡീനെ തന്നെ അവർക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിനക്ക് ഇനിയും സമയമുണ്ട്, നിനക്ക് ചെറിയ തെറ്റ് പറ്റി, പക്ഷെ അത് തിരുത്താൻ നിനക്ക് ഇനിയും സമയമുണ്ട് എന്നൊരു എക്സാമ്പിളിലൂടെ അവരെ തന്നെ എക്സാമ്പിളാക്കിയിട്ട് ആ ബോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ലേഡി. ഓക്കെ, അതൊക്കെ പറഞ്ഞു അങ്ങനെ കുട്ടിയെ മനസ്സിലാക്കിയതിന് ശേഷം കുട്ടിക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അവർ പറയണം, സോ യു സിറ്റ് ഡൗൺ വൈൽ ഐ ഫിക്സ് സംതിങ് ടു ഈറ്റ്. യു മൈറ്റ് റൺ ദാറ്റ് കോം ത്രൂ യുവർ ഹെയർ സോ യു വിൽ ലുക്ക് പ്രസൻറ്റബിൾ. അല്ലേ, ഓക്കെ, നീ ഇവിടെ ഇരിക്കും, ഞാൻ എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കിയിട്ട് വരാം. അപ്പോഴത്തേനും നീ കോമ്പ് മീൻസ് എന്ന ചീർപ്പില്ലേ, ഈ ചീർപ്പായിട്ട് നിന്നെ ഹെയറൊക്കെ നന്നായിട്ട് ചീകി നല്ല പ്രസൻറ്റബിൾ ലുക്കായിട്ട്, പ്രസൻറ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മാർട്ട് ലുക്ക് അല്ലെങ്കിൽ നല്ല കുട്ടപ്പനായിട്ട് മുടിയൊക്കെ ചീകി സെറ്റായിട്ടിരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് അവനവിടെ സെറ്റ് ചെയ്ത് ഇരുത്തിയിട്ട് അവർ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയി. In another corner of the room, behind a screen was a gas plate and an ice box. Miss Jones got up and went behind the screen. The woman did not watch the boy to see if he was going to run now, nor did she watch her purse, which she left behind her on the daybed. But the boy took care to sit on the far side of the room where she could easily see him out of the corner of her eye if she wanted to. He did not trust the woman not to trust him, and he did not want to be mistrusted now. ഓക്കെ, അങ്ങനെ അവരതും പറഞ്ഞ് നീ ഇവിടെ ഇരിക്കും, ഞാൻ ഫുഡൊക്കെ സെറ്റാക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അപ്പുറത്തെ കോർണറിലേക്ക് പോവുകയാണ്. അങ്ങനെ അവരവിടുന്ന് എന്ത് ചെയ്യാണ്, ഫുഡൊക്കെ സെറ്റാക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് വുമൺ ലേഡി എന്ത് ചെയ്യാണ്, ഓക്കെ, അവനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, അവൻ പോവില്ല, അവൻ ഓടിപ്പോവില്ല എന്നുള്ളൊരു വിശ്വാസം ലേഡിയുടെ ഉള്ളിലുണ്ട്. അവിടെ ബെഡിൽ തന്നെ അവരുടെ ബാഗ് ഇരിക്കുന്നുണ്ട്, ഡോറൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്, പക്ഷേ അവരുടെ ഉള്ളിൽ ഇവൻ പോവില്ല എന്നുള്ളൊരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബോയ് ആണെങ്കിലും അവർ നിൽക്കുന്ന ആ ഒരു ഫുഡൊക്കെ എടുക്കാൻ വേണ്ടി പോയ ആ കോർണറിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവർക്ക് നോട്ടം കിട്ടുന്ന സ്ഥലത്ത് തന്നെ പോയിട്ട് ബോയ് ഇരിക്കുകയാണ്. ഞാൻ എവിടേക്കും പോകുന്നില്ല എന്ന് ഈ ലേഡിയും മനസ്സിലാക്കിക്കോട്ടെ, എന്നോടൊരു വിശ്വാസം ഉണ്ടായിക്കോട്ടെ, ഞാൻ പോകില്ല
പോവില്ല എന്ന്. അപ്പോൾ ബോയുടെ ഉള്ളിലും എന്താണ്, അവനും ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ ഇനി ഇവരെ എന്ത് ചെയ്യില്ല, അങ്ങനെ ചതിക്കില്ല അല്ലെങ്കിൽ പറ്റിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവനും എന്ത് ചെയ്യാണ്, ഈ ലേഡിക്ക് നോട്ടം കിട്ടുന്ന ആ ഒരു ഭാഗത്ത് തന്നെ അവനും എങ്ങനെ സെറ്റ് ചെയ്ത് ഇരുന്നു. അവൻ്റെ ഉള്ളിലും എന്താണ്, ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ബി മിസ്ട്രസ്ഡ് നൗ. അവരിനി എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇനിയും ഓടിപ്പോകുമോ അല്ലെങ്കിൽ ഞാൻ ഇനിയും ഒരു ബാഡ് ബോയ് ആണ് എന്ന് അവർ ചിന്തിക്കരുത്, ഞാൻ നന്നായി എന്ന് അവർ മനസ്സിലാക്കണം എന്ന് അവൻ്റെ ഉള്ളിലും ഒരു ആഗ്രഹം തോന്നുകയാണ്. അങ്ങനെ അവർക്ക് ലേഡിക്കും കൂടി നോട്ടം കിട്ടുന്ന ഭാഗത്ത് ഞാൻ എവിടേക്കും പോകുന്നില്ല, ഞാൻ നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ലേഡിക്ക് നോട്ടം കിട്ടുന്ന ആ ഒരു ഭാഗത്ത് ഒരു കോർണറിലൂടെ പോലും ഇങ്ങനെ കണ്ണിൻ്റെ ഒരു മൂലയ്ക്കൽ കൂടെ ഇങ്ങനെ നോക്കിയാൽ പോലും കാണുന്ന രീതിയിൽ അവനവിടെ ഇങ്ങനെ ഇരുന്നു. അവരോട് അത്രയും വിശ്വാസം പിടിച്ചു പറ്റണം, അത്രയും ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ ഉള്ളിലും. ഓക്കെ, അവർ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമുണ്ട്. ലേഡിക്കാണെങ്കിൽ അവൻ പോവില്ല എന്ന വിശ്വാസം, ബോയ്ക്കാണെങ്കിൽ അവനോട് തന്നെ ഓക്കെ ഞാൻ പോവില്ല എന്നുള്ള വിശ്വാസം അവൻ്റെ ഉള്ളിലുണ്ട്. Do you need somebody to go to the store? Asked the boy, maybe to get some milk or something. Don't believe I do, said the woman, unless you just want sweet milk yourself. I was going to make cocoa out of this canned milk I got here. That will be fine, said the boy. She heated some lima beans and ham and she had in the icebox. Made the cocoa and set the table. The woman did not ask the boy anything about where he lived, he or his folks, or anything else that would embarrass him. Instead, as they ate, she told him about her job in a hotel beauty shop that stayed open late. Then she cut him a half of her 10-cent cake. It's some more, son, she said. അങ്ങനെ അവനവിടെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, വിശ്വാസമൊക്കെ പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് അവനവിടെ ഇങ്ങനെ സെറ്റായിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവനങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവന് ലേഡിയുടെ അടുത്ത് ചോദിക്കുകയാണ്, യു നീഡ് സംബഡി ടു ഗോ ടു ദ സ്റ്റോർ. എന്തെങ്കിലും സ്റ്റോറിൽ പോയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ, വാങ്ങണോ, വല്ല മിൽക്കോ സംതിങ് മറ്റെന്തെങ്കിലും വാങ്ങണമെങ്കിൽ പറഞ്ഞാൽ മതിട്ടോ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വാങ്ങിയിട്ട് വരാം. അപ്പോൾ എന്താ ലേഡി പറയുകയാണ്, ഡോണ്ട് ബിലീവ് ഐ ഡു, ഒന്നും വേണ്ട, ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്, എല്ലാം ഇവിടെ ഉണ്ട്. ഇനി നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വല്ല സ്വീറ്റ് മിൽക്കോ എന്തെങ്കിലും നിനക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എല്ലാ പണം തരാം, നീ പോയി വാങ്ങിച്ചോ എന്ന് പറയാണ്. ഐ വാസ് ഗോയിങ് ടു മേക്ക് കൊക്കോ ഔട്ട് ഓഫ് ദിസ് കാൻഡ് മിൽക്ക്. ഇവിടെ ഒരു കാൻഡ് മിൽക്ക് ഉപയോഗിച്ച് കൊക്കോ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ദാറ്റ് വിൽ ബി ഫൈൻ, സെഡ് ദ ബോയ്. അപ്പോൾ ബോയ് പറഞ്ഞു, ഓക്കെ ആവശ്യമില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞാനിവിടെ ഇരുന്നോളാം. ബോയ് റിപ്ലൈ ചെയ്തു. Then she heated some lima beans. ഒരു ബീൻസ് വിഭാഗത്തിൽപ്പെട്ട ലിമ ബീൻസ് അവർ ചൂടാക്കി അവർ വേവിച്ചിട്ടുണ്ട്. ഹാം അല്ലേ, അതുപോലെ ഹാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്നിയുടെ തുടഭാഗത്തുള്ള ഇറച്ചി, അതൊക്കെ അവർ വേവിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ എന്താ കൊക്കോ ഉണ്ടാക്കിയിട്ടുണ്ട്, കാൻഡ് മിൽക്ക് ഉപയോഗിച്ചിട്ട് അവർ കൊക്കോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ലിമ ബീൻസും ഹാമും കൊക്കോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദ വുമൺ ഡിഡ് നോട്ട് ആസ്ക് ദി ബോയ് എനിത്തിങ് അബൌട്ട് ഹെർ ഹി ലിവ്ഡ് ഓർ ഹിസ് ഫോക്ക്. അല്ലേ, അവൻ്റെ എന്താണ് ടേബിളുമൊക്കെ സെറ്റാക്കി അവനവിടെ എത്തിയതിന് ശേഷം അവർ കഴിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. ആ സമയത്ത് അവരൊന്നും തന്നെ ചോദിച്ചില്ല. അവന് ആരും ഇല്ല എന്ന് അവർ മുന്നേ പറഞ്ഞു, അല്ലേ, എന്നെ കെയർ ചെയ്യാൻ ആരുമില്ല, എനിക്ക് വീട്ടുകാരില്ല, ആരുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെയും വീണ്ടും കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് അവനോടൊന്നും തന്നെ ചോദിച്ചില്ല. അവൻ്റെ വീട്ടുകാരെ പറ്റിയോ, അവൻ്റെ ജീവിത നിലവാരം, ജീവിത രീതിയെ പറ്റിയോ, അല്ലെങ്കിൽ ഫോക്സ് എന്ന് പറഞ്ഞെങ്കിൽ വീട്ടുകാരെ പറ്റിയോ ഒന്നും അവനോട് ചോദിച്ചില്ല. വീണ്ടും ചോദിക്കുമ്പോൾ അവനക്കതൊരു എംബറാസ്, അല്ലെ, അവനെ ഒരു നാണം കെടുത്താനോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ ഒന്നും ഒന്നുമേ അവനെ പറ്റിയിട്ടൊന്നും അവർ ചോദിച്ചില്ല. അതിന് പകരം ഇൻസ്റ്റഡ് എന്താ ചെയ്തത്, പകരമായിട്ട് അവർ കഴിക്കുന്ന സമയത്ത് ഷീ ടോൾഡ് ഹിം അബൌട്ട് ഹെർ ജോബ്, അവരുടെ ജോബിനെ പറ്റിയിട്ടൊക്കെ, അവരുടെ ഹോട്ടൽ ബ്യൂട്ടി ഷോപ്പിനെ പറ്റിയിട്ടും ഒക്കെ, അവരുടെ ജോലിനെ പറ്റിയിട്ട് ഞാനിങ്ങനെ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ നന്നായി ലേറ്റായിട്ടാണ് വരാറുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനുമായിട്ട് ഷെയർ ചെയ്തു. ദെൻ അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ അവരൊരു എന്താണ് കേക്കിൻ്റെ ഒരു കട്ട് പീസ് എടുത്തിട്ട് അവന് കൊടുത്തിട്ട് പറയണം, ഇറ്റ്സ് സം മോർ സൺ, അല്ലേ, കുറച്ചുകൂടെ കഴിക്കണം മോനെ എന്നൊക്കെ പറഞ്ഞ് അവനെ തീറ്റിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ they were finished eating. She got up and said, now here, take this $10 and buy yourself some blue suede shoes, and next time do not make the mistake of latching on to my pocketbook nor nobody else, because shoes come by devilish like that will burn your feet. I have to go get my rest now, but I wish you would behave yourself, son, from here on in. She led him down the hall to the front door and opened it. Good night, behave yourself, boy, she said, looking out into the street. അങ്ങനെ അവരിങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു.
ആ സമയത്ത് ലേഡി എന്ത് ചെയ്യാണ്, ഒരു $10 അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ഓക്കെ നീ $10 ഇത് പിടിച്ചോ, എന്നിട്ട് ഇത് വെച്ചിട്ട് നീ എൻ്റെ ആഗ്രഹം പോലെ ഒരു എന്ത് ചെയ്യുക, ബ്ലൂ കളേർഡായിട്ടുള്ള ഒരു ഷൂവിന് വേണ്ടിയിട്ടാണല്ലോ നീ എൻ്റെ പോക്കറ്റ് ബുക്ക് എൻ്റെ ബാഗ് തട്ടിയെടുക്കാൻ നോക്കിയത്, സ്നാച്ച് ചെയ്യാൻ നോക്കിയത്. ഇനി അത് വേണ്ട, ഞാനത് നിനക്കൊരു $10 തന്നിട്ടുണ്ട്, ഇത് ഉപയോഗിച്ച് നീ ആഗ്രഹിച്ചതുപോലെ ബ്ലൂ ഷൂ തന്നെ നീ വാങ്ങിച്ചോട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ബാഗ് മോഷ്ടിക്കാൻ വന്ന ബോയിയാണ്. പക്ഷേ അവരെന്ത് ചെയ്യാണ്, നല്ല രീതിയിൽ ആ കുട്ടിയെ എന്താണ് നല്ല നേർമാർഗം അവരെ തന്നെ എക്സാമ്പിളാക്കി കാണിച്ചു കൊടുത്തു. ആദ്യം അല്ലേ, കുഞ്ഞിൽ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു, ഇപ്പം ഞാൻ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. പിന്നെ അവർക്ക് എന്താണ്, ഓക്കെ അപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ തെറ്റായ രീതിയിലൂടെ അല്ലാതെ നേർമാർഗത്തിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അവനക്ക് നേരിട്ട് പൈസ ഒക്കെ കൊടുത്ത് നീ വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ഒക്കെ കൊടുത്തു, $10 കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ഇനി ഒരിക്കലും നീ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒന്നും ചെയ്യരുത് കേട്ടോ മോനെ, അല്ലേ, ഒരിക്കലും ചെയ്യരുത്. ആരുടെയും എൻ്റെയും ആരുടെയും പോക്കറ്റ് ബുക്ക്, ആരുടെയും ബാഗ് അല്ലെങ്കിൽ ആരുടെയും ഒന്നും തട്ടിപ്പറിക്കാനോ മോഷ്ടിക്കാനോ ഒന്നും നിൽക്കരുത്, അല്ലേ. അങ്ങനെ തട്ടിപ്പറിച്ച് വാങ്ങുന്ന ഷൂ ഒരിക്കലും അതെന്താണ്, ഒരു ഡെവിലിഷാണ്, അല്ലേ, ഒരു പൈശാചികമായ രീതിയിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത്, അല്ലേ. അതൊന്നും ഒരിക്കലും എന്താണ് ദൈവികമല്ല. അപ്പോൾ അങ്ങനെ നീ തട്ടിപ്പറിച്ച് വാങ്ങി മോഷ്ടിച്ചുണ്ടാക്കിയപ്പോൾ ഒരു ഷൂ ഇട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാലെന്തായി പോകും, അല്ലേ, പൊള്ളി പോകൂടാ, അല്ലേ. അതായത് അതൊരിക്കലും നിനക്ക് ഉപകരിക്കില്ലടാ, മോഷ്ടിച്ചിട്ട് കിട്ടുന്ന ഒന്നും തന്നെ നമുക്ക് ഉപകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്, ഇനി അങ്ങനെയുള്ളതൊന്നും ചെയ്യരുത് കേട്ടോ. നീ എപ്പോഴും എന്ത് ചെയ്യുക, ഞാൻ ആഗ്രഹിക്കുകയാണ് നീ ബിഹേവ് യുവർ സെൽഫ്, അല്ലേ, നല്ല മാന്യമായ രീതിയിൽ നീ പെരുമാറുക, നല്ല രീതിയിൽ ജീവിക്കുക എന്നൊക്കെയുള്ള നല്ല ഉപദേശമൊക്കെ അവർക്ക് കൊടുക്കുകയാണ്. ഷീ ലെഡ് ഹിം, അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്, ഓക്കെ നീ പൊക്കോട്ടോ, എനിക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, ഭയങ്കര ക്ഷീണമുണ്ട്, നീ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് അവനക്ക് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് അവന് പറഞ്ഞയക്കുകയാണ്. ദ ബോയ് വാണ്ടഡ് to say something else other than thank you ma'am to Mrs. Luella Bates Washington Jones, but he couldn't do so as he turned and looked back at the large woman in the door. He barely managed to say thank you before she shut the door and he never saw her again, അല്ലേ. അപ്പോൾ എന്താണ്, അങ്ങനെ അവന് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് ലേഡി ഓക്കെ നീ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് $10 ഒക്കെ കൊടുത്ത് അവന് നല്ല ഉപദേശമൊക്കെ, നല്ല മോനായിട്ട് വളരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശമൊക്കെ കൊടുത്ത് അവന് പറഞ്ഞയക്കുകയാണ്. ആ സമയത്ത് തിരിച്ച് ഒരു താങ്ക് യു മാം എന്ന് പറയുന്നതിൽ അധികം അവനക്ക് എന്തൊക്കെയോ ഈ ലേഡിയുടെ അടുത്ത് മനസ്സിൻ്റെ ഉള്ളിലെ സന്തോഷം കൊണ്ട് എന്തൊക്കെയോ അവനക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവനക്ക് താങ്ക് യു മാം എന്ന് തന്നെ നല്ലപോലെ പ്രോപ്പറായിട്ട് അവരുടെ അടുത്ത് പറയാൻ പറ്റിയില്ല. നന്ദി പോലും നല്ലപോലെ അവനക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റിയില്ല. ഉള്ളിൽ ഒരുപാട് സന്തോഷം സ്നേഹം ഉണ്ടെങ്കിൽ പോലും അതൊന്നും വാക്കുകളിലൂടെ അവനക്ക് വരുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു താങ്ക് യു മാം എന്ന് തന്നെ അവനെ ഒപ്പിച്ച് പറഞ്ഞു, അല്ലേ. അങ്ങനെ അവരെന്ത് ചെയ്യണം, അവനെ തിരിച്ച് പോവുകയാണ്. ലേഡി അതുപോലെ ഡോറൊക്കെ അടച്ച് ലേഡിയും കിടക്കാനായിട്ട് പോവുകയാണ്. പിന്നീട് അവരൊരിക്കലും തന്നെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടുമുട്ടിയിട്ടില്ല. ഈ ലേഡിയും ബോയും പിന്നീട് ഒരിക്കലും തന്നെ കണ്ടുമുട്ടിയിട്ടില്ല. ഇതാണ് സ്റ്റോറി. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കിട്ടിയ നല്ല മെസ്സേജ് എന്താണ്, കൈൻഡ്നെസ് ആൻഡ് trust can change a person for the better. People who make mistakes often need care, understanding and guidance, not punishment, അല്ലേ. ഒരിക്കലും തെറ്റ് ചെയ്ത ഒരു മനുഷ്യരോട് കൂടുതൽ പണിഷ്മെൻ്റൊക്കെ കൊടുത്ത് ഭയങ്കര അവരെ കുത്തി നോവിച്ച് ആൾക്കാരുടെ ഇടയിൽ നാണം കെടുത്തി ഒരിക്കലും തന്നെ അവർ നന്നാവില്ല. അങ്ങനെ ഒന്നും ചെയ്താൽ ഒരിക്കലും അവർ നന്നാവില്ല. നമ്മുടെ ലുവല്ല ബേഡ്സ് ചെയ്ത പോലെ ആ ബോയ് ചെയ്തതൊരു തെറ്റാണ്, അല്ലേ. അതുപോലെ അറിയാം, രണ്ടുപേർക്കും അറിയാം. പക്ഷേ ലുവല്ല ബേഡ്സ് അവനെ മാറ്റി നിർത്തി ആരുടെയും മുന്നിൽ നാണം കെടുത്താതെ അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവനക്ക് നല്ല രീതിയിൽ ഉപദേശം കൊടുത്ത്, അവന് മനസ്സിലാകുന്ന രീതിയിൽ ഉപദേശം കൊടുത്ത്, അവനെ കെയർ ചെയ്ത് അവന് ഫുഡൊക്കെ കൊടുത്ത് ഭയങ്കര കൈൻഡായിട്ട് ഭയങ്കര കാരുണ്യത്തോട് കൂടിയിട്ടാണ് ആ ഒരു കുറ്റം ചെയ്ത ആ ഒരു തെറ്റ് ചെയ്ത കുട്ടിയോട് പെരുമാറി അവനെ നല്ല രീതിയിലേക്ക് മാറ്റിയത്. അപ്പോൾ ഒരിക്കലും തന്നെ പണിഷ്മെൻറ്റ് കൊണ്ട് ഒരിക്കലും ഒരാൾ നന്നാവില്ല എന്നുള്ളതാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിച്ചത്, അല്ലേ. ഈ സ്റ്റോറിയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. ദ സ്റ്റോറി ടീച്ചേഴ്സ് കൈൻഡ്നെസ്, ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എ കെയർ ചേഞ്ച് പേഴ്സൺസ് ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് പണിഷിംഗ് റോജർ ഫോർ stealing. Mrs. Jones treats him with love and care. She shows him that doing the right thing is better than choosing the wrong path. Okay. അതുപോലെ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, എവരി വൺ മേക്സ് മിസ്റ്റേക്ക്, അല്ലേ. എസ്പെഷ്യലി ചിൽഡ്രൻ, കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും എന്താണ് മിസ്റ്റേക്സ്, മനുഷ്യന്മാരായവർക്ക് മിസ്റ്റേക്സ് സ്വാഭാവികമാണ്. what they need is guidance, not harsh punishment. A small act of kindness can inspire someone to become a better person. Trust can make people feel responsible and honest.
ഓക്കെ. അപ്പോൾ എന്താണ് തെറ്റ്, ഇൻ ഷോർട്ട് എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ തെറ്റ് മനുഷ്യ സഹജമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പ്രത്യേകിച്ചും തെറ്റുകൾ വരും. ആ തെറ്റിനെ നല്ല രീതിയിൽ പണിഷ്മെൻറ്റിലൂടെ അല്ലാതെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ, അവരെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താതെ അവരെ മാറ്റി നിർത്തി അവർക്ക് നല്ല നിർമ്മാർഗ്ഗം കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നന്നാവും എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് കിട്ടിയ മെസ്സേജ്. ഓക്കെ.